ഓരോ ഭക്ഷണത്തിനും ഓരോ സിഗ്നേച്ചറാണ് അല്ലേ. ഇവിടെ ഓക്ലൻഡിൽ വന്നിട്ട് നല്ലൊരു ബിരിയാണി എന്ന് ഏതൊരു മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ സിമ്മൻ ചേട്ടൻ്റെ ബിരിയാണി കമ്പനിയാണ്. എന്താണ് സിമ്മൻ ചേട്ടൻ്റെ ബിരിയാണിക്ക് ഇത്രയും പ്രത്യേകത? ആ ഒരു കൈപുണ്യം എന്താണെന്ന് നമുക്ക് സിമ്മൻ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ കൂടെ ഉള്ളത് ആ ബിരിയാണി കമ്പനിയുടെ സാരഥികളാണ് സിമ്മി ചേട്ടനും യമന ചേച്ചിയും. അപ്പോൾ ബിരിയാണി കമ്പനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ മലയാളികൾക്ക് വേറൊരു കമ്പനിയെ കുറിച്ച് നല്ലോണം അറിയാം അല്ലേ, മമ്മൂട്ടി കമ്പനി. സോ ചേട്ടാ ചേച്ചി, എങ്ങനെയാണ് ബിരിയാണി കമ്പനി എന്ന പേര് ചൂസ് ചെയ്യാൻ കാരണം? ഞങ്ങൾ 2010 ഇവിടെ വരുന്നത്. ഞങ്ങൾ 2010 വരുമ്പം അധികം കാറ്ററിംഗുകാരും റെസ്റ്റോറൻറ്റുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അപ്പം മലയാളി റെസ്റ്റോറൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കൈരളി. കാറ്ററിങ്ങിനും അധികം ആളുകളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുക്കിങ്ങിന് പണ്ട് തൊട്ട് താല്പര്യമുള്ള ഒരാളായിരുന്നു. ഞാൻ മെക്കാനിക്കായിട്ടാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ചെറിയ ചെറിയ ഫങ്ഷനുകളും സ്കൂളിലെ പള്ളികളിലും പ്രോഗ്രാമുകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇതിൽ തുടങ്ങിയതാണ് ബിരിയാണി കമ്പനി. ഇതിപ്പോൾ 2018 ഞാൻ രജിസ്റ്റർ ചെയ്ത് ബിരിയാണി കമ്പനി എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാനും യമുനയും ഫുൾ ടൈം അതിൽ വർക്ക് ചെയ്യുന്നു. വീക്ക് ഡേയ്സിൽ ഓർഡർ കുറവാണെങ്കിലും വീക്കെൻഡുകളിൽ ഞങ്ങൾ ബിസിയാണ്, വെള്ളി ശനി ഞായർ. എന്നാലും വീക്ക് ഡേയ്സിലും ഓർഡർ ഉണ്ട്. ഇങ്ങനെ കടന്നു പോകുന്നു, നന്നായി പോകുന്നു. അപ്പോൾ ചേച്ചിയാണോ ചേട്ടനാണോ ഏറ്റവും നല്ല കുക്ക്? ആരുടെയാണ് റെസിപ്പീസ് ഒക്കെ? റെസിപ്പി നമ്മൾ കുറേ നാളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മലയാളികൾ നോർമലി ഓർഡർ ചെയ്യുന്ന ഫുഡുകളെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ വലിയൊരു മെനു ഇട്ടിട്ടില്ല. നോർമലി ഇപ്പോൾ കല്യാണമാണെങ്കിലും സദ്യ ആണെങ്കിലും പോകുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയൊരു മെനു ആയിട്ട് ചെയ്ത് അത് വൃത്തിയായിട്ട് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നു. ഇപ്പോൾ ചേട്ടനോട് അടുത്തൊരു ചോദ്യമായിട്ട് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ചേട്ടാ, നിങ്ങളുടെ കേറ്ററിംഗ് സർവീസ് ഏറ്റവും കൂടുതൽ എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയെന്നുള്ളത്. പക്ഷേ ഇവിടെ ന്യൂസിലൻഡിൽ ഓക്ലൻഡിൻ്റെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന എനിക്ക് ഓൾറെഡി അതിൻ്റെ ഉത്തരവുണ്ട്. ഓക്ലൻഡ് മലയാളി സമാജത്തിലെ ഓണസദ്യ, അത് ഒട്ടുമിക്ക മലയാളികൾ ആരും മറക്കത്തില്ല. കാരണം അന്ന് 1500 പേരുടെ അടുത്തായിരുന്നു ചേട്ടൻ്റെ ബിരിയാണി കമ്പനിയുടെ വകയായിരുന്നു അന്ന് ഓണസദ്യ. അന്ന് വെരി ഫോർച്ചുനേറ്റ്ലി ആ ഓണസദ്യ കഴിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് പറയാൻ പറ്റാത്ത ആ ഒരു കോംപ്ലിമെന്റ് ഞാൻ ഇപ്പോൾ പറയാം. ചേട്ടാ, സദ്യ അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ചേട്ടൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആണെന്ന് പറയുന്നു, ലൈക്ക് നമ്മുടെ ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി നമ്മുടെ ബിരിയാണി കമ്പനിയുടെ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സദ്യ അന്നത്തെ ഞാനും കൂടെ കഴിച്ചതാണ്. അന്ന് അത്യുഗ്രൻ സദ്യയായിരുന്നു. അതും 1500 പേരെന്ന് പറയുമ്പോൾ ചെറിയ ടെൻഷനൊന്നും ആയിരിക്കത്തില്ല. അത്രയും വലിയൊരു കാര്യം, ഒരു വലിയൊരു ടാസ്ക് വിജയിച്ചെടുക്കുക എന്ന് പറയുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങൾ സത്യം പറഞ്ഞാൽ അറിയണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി കൗതുകമുണ്ട്. കാരണം ഇപ്പോൾ പ്രേക്ഷകർ തന്നെ നമ്മുടെ കേറ്ററിംഗ് ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണല്ലേ, ഓക്ലൻഡ് മലയാളി സമാജത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ എന്നുള്ള രീതിയിൽ. സോ സത്യം പറഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. എങ്ങനെയാണ് 1500 പേരുടെ സദ്യ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെയും ചേച്ചിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് എന്താ? ഓക്ലൻഡ് മലയാളി സമാജം കുറേ വർഷങ്ങളായി എന്നോട് സദ്യക്ക് വന്ന് ചോദിക്കാറുണ്ട് ഓണം വരുമ്പോൾ. നമുക്ക് നോർമലി ഓണസമയമാകുമ്പം കടയിൽ തന്നെ തിരക്കായിരിക്കും, ഇവിടെ ഉള്ളവർക്കൊക്കെ ഓണസദ്യ കൊടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ വിട്ടിട്ട് വേറെ ഒരു പരിപാടിക്ക് പോകണ്ടല്ലോ. കാരണം ഇത് 2-3 ദിവസത്തെ പ്രോഗ്രാമാണ്. അവിടെ പോയി നമ്മൾ ഗാന്ധി സെൻറ്ററിൽ പോയിട്ടാണ് സദ്യ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ദിവസങ്ങൾ കുറേ പോകുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാനതുകൊണ്ട് ഓരോ തവണ ഒഴിവായിരിക്കുമായിരുന്നു. ഒരു തവണ ഞാൻ വാക്ക് കൊടുത്ത സമയത്ത് കോവിഡ് വന്നിട്ട് അന്ന് ആ വർഷം ഓണസദ്യ ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് എന്താണ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ചെയ്തത്. അത് നന്നായിട്ട് പോയി. എല്ലാ ജോലി ഇത്രയും വലിയൊരു ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഫുഡൊന്നും കേടായി പോകരുത്, എല്ലാം നന്നായിട്ട് കൊടുക്കണം. കാരണം ഇത്രയും ആൾക്കാർ കഴിക്കുന്ന നമ്മളെ ഒരുപാട് പ്രതീക്ഷ ആൾക്കാർ വരും, അവരൊന്നും നിരാശരാക്കരുതല്ലോ. പിന്നെ എല്ലാവരും സമാജത്തിലുള്ള എല്ലാവരും നമ്മൾ അറിയുന്നതാണ്. അവർക്കും ഒരു മോശം ഉണ്ടാകരുത്. അവരിരുന്ന കമ്മിറ്റിയിൽ ഫുഡ് മോശമായി പോയി പേര് വരരുത്. അതെ, അത് വലിയൊരു റിസ്ക് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കടന്നുപോയി.
അതെ, എന്തായിരുന്നു ചേച്ചിയുടെ ആ ഒരു സപ്പോർട്ട് അല്ലെ ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്തായിരിക്കുമല്ലോ അത്രയും വലിയൊരു സക്സസ് ഉണ്ടാക്കിയെടുത്തത്. ഈ ഓണസദ്യക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പ്രിപ്പറേഷൻസ് ചെയ്ത് നോക്കാറുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ കടയിലാണ് ചെയ്തത്. അപ്പോൾ എല്ലാത്തിനകത്തും ഞാനും ഇവിടെ കൂടെ കൂടിയിട്ടാണ് ഭൂരിഭാഗം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. ഇപ്പം ഇഞ്ചിക്കറി ആണെങ്കിലും അങ്ങനെ ഉണ്ടാക്കി തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട അച്ചാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തലേദിവസം കടയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ചോറും ഒക്കെ അവിയൽ, സാമ്പാർ, പായസം പോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഗാന്ധി സെൻറ്ററിൽ ഉണ്ടാക്കിയത്. എല്ലാത്തിനും പിന്നെ കുടുംബത്തിലെ സപ്പോർട്ടിലാണ് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. നമ്മുടെ ബിരിയാണി കമ്പനിയുടെ സാരഥികളാണ് നമ്മുടെ സിമ്മൻ ചേട്ടനും യമുന ചേച്ചി എന്ന് നമ്മൾ ഇത്ര നേരം അവരുടെ വിശേഷങ്ങളാണല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ബിരിയാണിക്ക് വീട്ടിൽ തന്നെ 2 കുട്ടി ഫാൻസ് ഉണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ശരി, അവരെ വിളിക്കാലോ. ഹാരി ഹെൻറി. യെസ്, അപ്പോൾ നമ്മുടെ ബിരിയാണി കമ്പനിയുടെ ഏറ്റവും 2 കുട്ടി ഫാൻസിനെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹെൻറിയും ഹാരിയും അല്ലേ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 5th year. Okay. And you? Which school do you go to? Blockhouse Bay Intermediate. Blockhouse Bay. Okay. ഹാരിയുടെ സ്കൂള് Marshall Primary School. Okay. നമ്മുടെ ബിരിയാണി കമ്പനിയിലെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? Biryani, chicken biryani. ചിക്കൻ ബിരിയാണി. ഓ മൈ ഗോഡ്. എങ്ങനെയുണ്ട് പപ്പയുടെയും മമ്മിയുടെയും ബിരിയാണി? ഇറ്റ്സ് ഗുഡ് ഓർ ഇറ്റ്സ് ഗ്രേറ്റ്? ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ പപ്പയുടെയും മമ്മിയുടെയും? അവർ കഴിച്ചിട്ടുണ്ടോ ബിരിയാണി കമ്പനിയിലെ ബിരിയാണി? One of my friends has. ഓ, ഒരാൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താണ് ലൈക്ക് വാട്ട് ഡിഡ് ഹി സേ? He said So it was good? nice. Okay, he said that's so He nice. saw one of the posters on the thing. ഓക്കെ. പപ്പയുടെ ബിരിയാണി കഴിച്ച് എല്ലാവരും ലൈക്ക് എന്താ പറയുക, ലൈക്ക് യു വുഡ് ബി ഡെഫിനറ്റ്ലി പ്രൗഡ്. ഈ ടേസ്റ്റ് ലൈക്ക് ഈ ബിരിയാണി പപ്പയുടെ വകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പപ്പയാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്പറൊക്കെ ചോദിച്ചാൽ നോക്കാം. നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ. നമ്മൾ പിന്നെ അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ അധികം മീൻസ് മലയാളികളല്ലാത്തവർക്ക് അധികം ഓർഡർ കൊടുക്കില്ല. കാരണം അവർക്ക് സംശയമായിരിക്കും ഇതിൻ്റെ സ്പൈസി ലെവൽ എങ്ങനെയാണ്, ടേസ്റ്റ് എങ്ങനെയാണ്, ക്വാണ്ടിറ്റി ഇതൊന്നും അവർക്ക് വലിയ ഞാനതുകൊണ്ട് അധികം അവരെ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാലും ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. തമിഴ്, കന്നഡ, ബോംബെക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് കുറച്ച് പേര്. അപ്പൊ നമ്മുടെ ബിരിയാണി കമ്പനിയുടെ 2 കുട്ടി ഫാൻസിനെയാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ. ഇത്രയും നേരം നമ്മൾ കേട്ടത് സിമ്മൻ ചേട്ടൻ്റെ ബിരിയാണി കമ്പനിയുടെ വിശേഷങ്ങളാണ്. ഇനി അടുത്തറിയാം ന്യൂസിലൻഡിൽ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു അതിഥിയുമായി വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.